എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ഞാൻ മീൻകറിയുടെ വീഡിയോ പിടിച്ചിട്ട് ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. എന്നാലും ഇപ്പോൾ അധികം മീൻകറി വയ്ക്കലില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മയൊക്കെ പണ്ട് നാട്ടിലെ എൻ്റെ അമ്മയെന്നല്ല ഒരുവിധം എല്ലാവരും ചെയ്തിരുന്നത് നാളികേരം പച്ച അരച്ചിട്ടുള്ള മീൻകറിയാണ്. ഞാൻ പൊതുവേ അത് ചെയ്യാറില്ല, കാരണം എനിക്കിങ്ങനെ അരച്ച അരപ്പ് അധികം കഴിക്കാൻ ഇഷ്ടമല്ല. അത് ഞാൻ നാളികേരപ്പാൽ ചേർത്തിട്ടാണ് എപ്പോഴും മീൻകറി വയ്ക്കാറ്. പക്ഷെ ഇന്ന് ഞാനൊരു നാളികേരം അരച്ച് ചേർത്തിട്ടുള്ളൊരു മീൻകറി തന്നെയാണ് വയ്ക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചോളാം. നമുക്ക് ഇതിനകത്തേക്ക് വഴറ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അവസാനം നമ്മളൊരു വറവ് ഇടുന്നുണ്ട്, അപ്പോൾ അതിനും കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ചെറിയുള്ളിയും ചേർത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക്, ഇത് നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടി കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ചേർക്കണേ. എരിവുള്ള മുളക് പൊടി ചേർക്കില്ല കേട്ടോ, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് വഴണ്ടൊന്ന് ഒരുപാട് അങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് തന്നെയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നാളികേരത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇനിയൊന്ന് അരച്ചെടുക്കാം. ബാക്കി നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. ബാക്കിയുള്ളത് ഞാനൊരു 250 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്, വറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിത് എന്താ പറയുക 1/2 ടേബിൾ സ്പൂൺ, മൊത്തം ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി അധികം വേണ്ട, നമ്മൾ നാളികേരം അരച്ചാണ് ചേർക്കണേ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളിവെള്ളം അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ മുളക് പൊടി കരിഞ്ഞും പോകത്തില്ല, ഒന്ന് വേവേം ചെയ്യും കിടന്നിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇങ്ങനെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ ഓയിലൊക്കെ ഒന്നിങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരച്ചു കൊണ്ടുവന്നേക്കണ ആ നാളികേരം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം മീൻകറിയിലേക്ക് ആവശ്യത്തിന് മീൻ വേവാനൊക്കെ ഉള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തക്കാളി ഇതുപോലെ 4 മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഞാനിവിടെ വറ്റിയാണ് എടുത്തിരിക്കണത്, 250 ഗ്രാം, അതിനങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കളറ് പോരാന്നുള്ളവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാമിന് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി. ഇത് തേങ്ങ അരയ്ക്കണത് കൊണ്ടാണ് മല്ലിപ്പൊടി ഞാൻ ഇത്തിരി കുറവ് ചേർത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തേക്കണേ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഒന്ന് തിള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉലുവയുടെ പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാളികേരം അരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനത് ഉപ്പിടുന്നത് കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുഞ്ഞുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, എന്നിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പുളിക്ക് പകരം ഇതിനകത്ത് മാങ്ങ ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ വറവ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മൂടി വയ്ക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് അയല, വറ്റ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.